നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതോടെ അമേരിക്കയിൽ കാര്യമായ പല ഉടച്ചുവാർക്കലുകൾക്കും കളമൊരുങ്ങിയിരുന്നു. അങ്ങനെയുണ്ടായ ഗണ്യമായ മാറ്റങ്ങളിലൊന്നാണ് അമേരിക്ക വിട്ടോടുന്ന അമേരിക്കൻ പൗരന്മാരുടെ എണ്ണത്തിലെ വർധനവും. ഇവരൊക്കെ രാജ്യം വിട്ട് കുടിയേറാൻ തിരഞ്ഞെടുത്തതാകട്ടെ ബ്രിട്ടനാണ്. കഴിഞ്ഞ വർഷത്തെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ബ്രിട്ടീഷ് പൗരത്വം നേടാൻ അപേക്ഷ സമർപ്പിച്ച അമേരിക്കൻ പൗരന്മാരുടെ എണ്ണം എക്കാലത്തേക്കാളും ഉയർന്ന നിരക്കിലാണ്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതും ബ്രിട്ടന്റെ നികുതി സമ്പ്രദായത്തിലെ സമീപകാല മാറ്റങ്ങളുമാണ് ഈ അപേക്ഷകളുടെ കുന്നുകൂടലിന്റെ കാരണമെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം 6100-ലധികം അമേരിക്കൻ പൗരന്മാർ ബ്രിട്ടീഷ് പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡാറ്റ ശേഖരണം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത്. 2023 അപേക്ഷിച്ച് 26% വർധനവ്. മൊത്തത്തിൽ ബ്രിട്ടീഷ് പൗരത്വ അപേക്ഷകൾ 6% ഉയർന്ന് 2,51,000 ഇത് മറ്റൊരു റെക്കോർഡാണ്. 2024 അവസാന പാദത്തിൽ അമേരിക്കൻ പൗരന്മാരിൽ നിന്നുള്ള അപേക്ഷകളിൽ കുത്തനെ വർധനമുണ്ടായതായി കാണാനാകും. വർഷം തോറും 40% വർദ്ധിച്ച് ഏകദേശം 1,700 ഉയർന്നതാണ് ഹോം ഓഫീസിൽ നിന്നുള്ള ഡാറ്റ. ട്രംപിന്റെ രണ്ടാം വരവും നയങ്ങളും തന്നെയാണ് ഇമിഗ്രേഷൻ വർധനവിന് കാരണമായതെന്നാണ് അഭിഭാഷകർ അഭിപ്രായപ്പെടുന്നത്. ചിലർ അമേരിക്കയിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ അമേരിക്കയിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ വളരെ ഗുരുതരമായ ഒരു പ്രേരക ശക്തിയായി വിശേഷിപ്പിക്കുന്നുണ്ട്. നോൺ ഡോം ടാക്സ് സ്റ്റാറ്റസ് നിർത്തലാക്കാനുള്ള ബ്രിട്ടന്റെ തീരുമാനം ബ്രിട്ടനിൽ താമസിക്കുന്ന ചില സമ്പന്നരായ അമേരിക്കക്കാരെ പൗരത്വത്തിന് അപേക്ഷിക്കാൻ പ്രേരിപ്പിച്ച ഘടകമാണ്. ബ്രിട്ടീഷ് പൗരത്വത്തിന് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ 5 വർഷമായി രാജ്യത്ത് താമസിച്ചിരിക്കണം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗരത്വം കൈവശം വെച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ ഒരാൾ ഉണ്ടായിരിക്കണം. ബ്രിട്ടീഷ് പൗരനെ വിവാഹം കഴിച്ചവർക്ക് ബ്രിട്ടനിൽ 3 വർഷം താമസിച്ചതിന് ശേഷം അപേക്ഷിക്കാം. ഐറിഷ് പൗരത്വത്തിന് അപേക്ഷിക്കുന്ന അമേരിക്കക്കാരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് ഐറിഷ് വംശജരായ വടക്കേ അമേരിക്കക്കാരിൽ നിന്നുള്ള അപേക്ഷകൾ കഴിഞ്ഞ വർഷം 46% വർദ്ധിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരിൽ ഒരാൾ അയർലൻഡിൽ ജനിച്ചുവെന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ വംശാവലി പ്രകാരം അമേരിക്കൻ പൗരന്മാർക്ക് പൗരത്വം അവകാശപ്പെടാൻ ഐറിഷ് നിയമം അനുവദിക്കുന്നുണ്ട്. അമേരിക്കൻ താൽപര്യം ആകർഷിക്കുന്നതിൽ ബ്രിട്ടന്റെ നയങ്ങളും ഒരു പങ്ക് വഹിച്ചിരിക്കാം. അതേസമയം ബ്രിട്ടന് പുറത്തുള്ള സ്ഥിര താമസക്കാർക്ക് പ്രയോജനപ്പെടുന്ന രാജ്യത്തിന്റെ നോൺ ഡോം ടാക്സ് സ്റ്റാറ്റസ് നിർത്തലാക്കാനുള്ള പദ്ധതികൾ ലേബർ പാർട്ടി പ്രഖ്യാപിച്ചു. ഏപ്രിൽ മാസത്തോടെ ഈ സംവിധാനം അവസാനിക്കുമെങ്കിലും പരിവർത്തന കാലയളവ് 2-3 വർഷം കൂട്ടി നീട്ടാനുള്ള സാധ്യത ചാൻസലർ റേച്ചൽ റീവ്സ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാറ്റം സമ്പന്നരായ അമേരിക്കക്കാരെ ബ്രിട്ടീഷ് പൗരത്വം തേടാൻ പ്രേരിപ്പിച്ച ഘടകമാണ്. അമേരിക്കൻ പൗരന്മാർ ബ്രിട്ടനിലേക്ക് കുടിയേറാൻ വിദ്യാർത്ഥി, തൊഴിൽ വിസകൾ ഉൾപ്പെടെ വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 3 വർഷം മുമ്പ് വരെ ടയർ 1 നിക്ഷേപക വിസ സമ്പന്നരായ അമേരിക്കക്കാർക്ക് 2 മില്യൺ പൗണ്ടോ അതിൽ കൂടുതലോ നിക്ഷേപിച്ച് ബ്രിട്ടനിൽ സ്ഥിര താമസമാക്കാൻ ഒരു എളുപ്പ മാർഗമായിരുന്നു. എന്നാൽ ഇതുമൂലമുള്ള ദുരുപയോഗം തടയുന്നതിനായി പദ്ധതി ബ്രിട്ടീഷ് ഭരണകൂടം റദ്ദാക്കിയതിനു ശേഷം കുറച്ച് ഓപ്ഷനുകൾ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. 2016 യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള ബ്രിട്ടന്റെ തീരുമാനത്തെ തുടർന്ന് ഐറിഷ് പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന ബ്രിട്ടീഷുകാരുടെ എണ്ണം ഏകദേശം ഇരട്ടിയായി എന്ന് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഐറിഷ് പാസ്പോർട്ട് കൈവശം വയ്ക്കുന്നത് യൂറോപ്പിലുടനീളം സ്വതന്ത്രമായി ജീവിക്കാനും ജോലി ചെയ്യാനും യാത്ര ചെയ്യാനുമുള്ള അവകാശം നൽകുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ നവംബറിൽ ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകമെമ്പാടുമുള്ള അമേരിക്കക്കാർക്കിടയിൽ അടുത്ത 4 വർഷങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന ആശങ്ക ഉയർത്തിയതോടെയാണ് ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്.